ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ എമ്മി ബൈറ്റ്സ് റെസ്റ്റോറൻറ്റ് ഇനാഗുറേഷന് പോവാട്ടോ. ശരിക്കും ഇനാഗുറേഷനൊക്കെ നേരത്തെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വൈകുന്നേരം അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ ഞങ്ങളുടെ നെയ്ബറാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇനാഗുറേഷൻ ടൈമിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഇന്ന് അവിടെ പോയി ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ഈ അടുത്തിടെയായിട്ട് അങ്ങനെ കുട്ടികളുമായിട്ട് പുറത്ത് പോയി കഴിക്കലൊക്കെ ഒരുപാട് കുറച്ചേക്കുക, ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. മാത്രമല്ല ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ദുബായിലായതുകൊണ്ടുണ്ടല്ലോ, മോർണിംഗ് ഒരു 5:45 ഞാൻ പറഞ്ഞിട്ടില്ലേ, ആ ടൈമിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും. പിന്നെ വീട്ടിൽ വരുമ്പോഴേക്കും ആകെ ടയേർഡാവും. അതുകൊണ്ട് പരമാവധി അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ കുറച്ച് കുറഞ്ഞു ഇവിടെ വന്നപ്പോൾ. പിന്നെ ഞങ്ങളുടെ കൂടെ സാൻവിയ കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഒരേ രീതിയിലുള്ള കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഇങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണേ. ഇന്ന് ഇനാഗുറേഷൻ കഴിഞ്ഞതാണെങ്കിലും ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പുറത്തുള്ള സീറ്റിങ്സൊക്കെ ഫുള്ളായിരുന്നു. അപ്പം ആദ്യം ഞങ്ങൾ നല്ലൊരു അസൽ ചായ കുടിച്ചു. നമുക്കെല്ലാം ചായ എന്നാണല്ലോ തുടക്കം. ഒന്നും പറയാനില്ല, സൂപ്പർ ചായ ആയിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞപ്പോഴേക്കും നല്ല അടിപൊളി സൂപ്പ് വന്നു. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആയിരുന്നേ. ശരിക്കും ഉണ്ടല്ലോ, ഞങ്ങളെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് നന്ദൂട്ടൻ. സാധാരണ അവൻ പുറത്ത് പോകുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ കഴിക്കാനിരിക്കുമ്പം നമ്മളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അവനെ കഴിപ്പിക്കുന്നതൊക്കെ ആയിട്ട് ഒന്ന് പുറത്തൊന്ന് ശരിക്കും എൻജോയ് ചെയ്ത് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അവനെ കൊണ്ടുപോകുന്ന സമയത്ത്. ഇത്തവണയുണ്ടല്ലോ ആരെയും ശല്യപ്പെടുത്താതെ അവൻ തനിയെ ഇരുന്ന് ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചു. അവൻ ആവശ്യമുള്ളതൊക്കെ അവൻ സ്വന്തമായിട്ട് എടുത്ത് കഴിക്കുമായിരുന്നു കേട്ടോ. ആൾക്കിത് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. ശരിക്കും നല്ല ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആയിരുന്നു കേട്ടോ. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ബ്രോസ്റ്റഡിൻ്റെ ഒരു ചെറിയൊരു പോർഷനും കൂടി പറഞ്ഞു. എനിക്ക് ശരിക്കും റൈസ് തീരെയും കഴിക്കാതെ ഞാൻ ഫുള്ള് കുറച്ച് വെച്ചിരിക്കുമായിരുന്നേ. പക്ഷേ ഉണ്ടല്ലോ, ഇതിൻ്റെ ടേസ്റ്റ് കാരണം അന്ന് ഞാൻ കുറച്ച് റൈസ് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് മാത്രമായിട്ടൊരു മാംഗോ ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. എല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ. ഫുഡ് ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേറെന്താ വിശേഷം? അപ്പോൾ ശരി, ഇതുപോലൊരു കുഞ്ഞു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.